പേപ്പർ ലാമിനേറ്റ് ചെയ്തുകൊണ്ട് കാർഡ് രൂപത്തിലാക്കിയ പഴഞ്ചൻ ലൈസൻസുകൾക്ക് പകരം മോട്ടോർ വാഹന വകുപ്പ് പുതിയതായി അവതരിപ്പിച്ച പെഡ്ജി സ്മാർട്ട് കാർഡ് രൂപത്തിലുള്ള ലൈസൻസുകൾ പുതിയ അപേക്ഷകർക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. എറണാകുളം കേന്ദ്രീകൃത പ്രിന്റിംഗ് സെന്ററിലാണ് ഇവ പ്രിന്റ് ചെയ്യുന്നത്. ഇന്ത്യൻ പോസ്റ്റൽ വഴിയാണ് ഇവ അപേക്ഷകർക്ക് അയച്ചു കൊടുക്കുന്നത്. വിവിധ ആധുനിക സെക്യൂരിറ്റി ഫീച്ചറുകളോട് കൂടിയാണ് പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റ് ചെയ്യുന്നത്. കയ്യിൽ നിലവിലുള്ള പഴയ രൂപത്തിലുള്ള ലൈസൻസ് പുതിയ കാർഡിലേക്ക് മാറ്റാൻ ഇപ്പോൾ അപേക്ഷിക്കാം. അപേക്ഷിക്കുന്നതിന് മുമ്പ് അപേക്ഷകർ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവ ഇവയെല്ലാമാണ്: ഏതെങ്കിലും ലൈസൻസ് സേവനങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ നിലവിൽ കൃത്യമായി ലൈസൻസ് ലഭിക്കുന്ന പോസ്റ്റൽ അഡ്രസ്സിൽ മാത്രമേ അപേക്ഷിക്കാൻ പാടുകയുള്ളൂ. അഥവാ അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അഡ്രസ് ചേഞ്ച് എന്ന സേവനം കൂടി ഉൾപ്പെടുത്തി കൃത്യമായി അഡ്രസ് വിവരങ്ങൾ നൽകി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിലവിൽ സജീവമായി ഉപയോഗത്തിലുള്ള മൊബൈൽ നമ്പർ ആണ് നൽകിയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഓൺലൈൻ സേവനങ്ങൾക്ക് അപേക്ഷ നൽകുമ്പോൾ തെറ്റുപറ്റാനുള്ള സാധ്യതകൾ സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് അഡ്രസ്സിലെ എന്തെങ്കിലും പിഴവ്. ഇത്തരത്തിലുള്ള പിഴവ് മൂലം വിതരണം ചെയ്യാനാവാത്ത ലൈസൻസുകൾ എറണാകുളത്തുള്ള കേന്ദ്രീകൃത പ്രിന്റിംഗ് സെന്ററിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മടങ്ങിയ ലൈസൻസുകൾ എറണാകുളത്തെ പ്രിന്റിംഗ് സെന്ററിൽ മതിയായ തിരിച്ചറിയൽ രേഖകൾ സഹിതം നേരിട്ട് ഹാജരാവുകയാണെങ്കിൽ ലൈസൻസ് ഉടമകൾക്ക് കൈപ്പറ്റാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ സ്മാർട്ട് കാർഡിനായി അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ നിലവിലുള്ള പഴയ ലൈസൻസിൻ്റെ സെൽഫ് സൈൻ ചെയ്ത കോപ്പി PDF രൂപത്തിലാക്കി, അതും 500 KB താഴെ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക. നിലവിൽ പോസ്റ്റൽ ചാർജ് അടക്കം 245 രൂപയാണ് മോട്ടോർ വാഹന വകുപ്പ് അപേക്ഷകരിൽ നിന്ന് ഈടാക്കുന്നത്. സ്മാർട്ട് ലൈസൻസിനായി അപേക്ഷിക്കുന്ന എല്ലാ അപേക്ഷകർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇത്തരം സേവനങ്ങളെല്ലാം നിറവേറ്റാവുന്നതാണ്. അതും നിങ്ങളുടെ സ്മാർട്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട്. സ്മാർട്ട് കാർഡിനുള്ള അപേക്ഷ എങ്ങനെ നൽകാമെന്നതിനുള്ള ലിങ്ക് മുകളിലത്തെ ഐ ബട്ടണിലും വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യുക.